ഇന്ന് എളുപ്പത്തിലൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. നല്ല കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് ഉഴുന്നുപരിപ്പൊക്കെ കടലപ്പരിപ്പൊക്കെ ഇട്ട ഒരു നല്ലൊരു ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നല്ല നെയ്യ് ചൂടാക്കുക. അതിനകത്തോട്ട് നമ്മൾ കടുകും ഉഴുന്നുപരിപ്പൊക്കെ ഒരു ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ അതിനെ നന്നായിട്ട് വറുത്തെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ജീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതെല്ലാം നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് കീറിയതും കറിവേപ്പില നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ കുക്ക് ചെയ്ത റൈസ് കുറേശ്ശെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ആദ്യം കുറച്ച് റൈസ്, ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 2 ഗ്ലാസ് കുക്ക് ചെയ്ത റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമൽ വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച റൈസാണ്. അത് ആദ്യം കുറച്ച് പകുതിയിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി റൈസും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് തീ ഏറ്റവും കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ റൈസ് ആഡ് ചെയ്യുമ്പം തീ ഭയങ്കര ലോയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അധികം പുളി പാടില്ല, എന്നാൽ ചെറിയ പുളി വേണം താനും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് കറി ലീവ്സ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കപ്പലണ്ടി നല്ല നെയ്യിൽ വറുത്തെടുത്ത് റോസ്റ്റ് ചെയ്തതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ റൈസിൻ്റെ ഒപ്പം യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ റൈസ് കഴിക്കുന്ന കൂട്ടത്തിൽ കപ്പലണ്ടിയും കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഫൈനലായിട്ട് നമ്മൾ അതിനകത്തോട്ട് നല്ല നാളികേരം ചിരണ്ടിയത് നല്ല ഫ്രഷായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്കൊരു 1 പോട്ട് മീലായിട്ട് കഴിക്കാൻ പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു പിക്കിളും പപ്പടവും മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.